ആരാണ് ഉടമ? ആരാണ് ഉടമ? അല്ലാഹു ആണ്. അടിമ ആരാണ്? നമ്മളാണ് അള്ളാഹുവിന്റെ അടിമകള്. അടിമകൾ എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊരു മുതലാളിക്ക് തന്റെ കുടുംബത്തെക്കാൾ ഇഷ്ടം ആരോടായിരിക്കും? അവനെ അനുസരിക്കുന്ന അടിമകളോടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ അള്ളാഹു തആല ഉടമ ചെയ്യുന്ന കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്ത് എന്നുള്ളത് ഉടമ ചെയ്യുന്ന അള്ളാഹു ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങളും അള്ളാന്റെ പേരില് അള്ളാന്റെ റസൂലിന്റെ പേരില് സ്വലാത്ത് ചൊല്ലണേ. സ്വലാത്ത് ചൊല്ലിയാല് ഒരുപാട് ഫളായിലുകളുണ്ട്. എപ്പോഴും കേൾക്കാറുണ്ട്, തങ്ങളിപ്പോ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടോ? എപ്പോഴും തങ്ങളിപ്പോ പാടാറുണ്ടല്ലോ, നിങ്ങളുടെ കൽബിൽ നോവുകളുണ്ടോ? നിങ്ങളെ കൽബില് മാറാത്ത വിഷമങ്ങളുണ്ടോ? തീരാത്ത ദുഃഖങ്ങളുണ്ടോ? ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഒരു ഉമ്മ ഇന്നലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, തങ്ങളിപ്പോ പറയണ്ടല്ലോ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ മതി എന്ന്. ഞാൻ 6 വർഷമായി ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല, എന്റെ ഉദ്ദേശങ്ങളൊന്നും റാഹത്തായിട്ടില്ല. എന്നാൽ ആ ഉമ്മ ഉൾപ്പെടെയുള്ള എല്ലാ പൊന്നമ്മമാരും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു മടക്കൂല. മറ്റൊരാൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാല് ആ നിസ്കാരം സ്വീകരിക്കൂല. എന്നാൽ ഒരാളെ കാണാൻ വേണ്ടി സ്വലാത്ത്